നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കന്യാകുമാരി ജില്ലയിലെ ലെമൂർ ബീച്ചിലാണ്. ഗണപതിപുരത്താണ് ഈ ബീച്ചുള്ളത്. ഈ ബീച്ചിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വളരെ മനോഹരമായ നീല ജലാശയവും നല്ല വെളുത്ത മണലൊക്കെയുള്ള അതിമനോഹരമായൊരു ബീച്ചാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗണപതിപുരത്ത് നിന്ന് ഈ ബീച്ചിലേക്ക് എത്തുന്ന ഒരു 1.5 കിലോമീറ്റർ നമ്മൾ ബീച്ചിലെത്തുന്നത് വരെ അത് ബീച്ചിലേക്കുള്ള വഴിയാണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് സംശയം വരും, എടാ ഇത് ബീച്ചിലേക്ക് പോകുന്ന വഴിയാണോ എന്ന്. നമ്മൾ ഇതുവരെ ഇങ്ങനൊരു ബീച്ചിലേക്ക് ഇതുപോലൊരു വഴിയിലൂടെ നിങ്ങൾ ഒരിക്കലും പോയിട്ടുണ്ടാവില്ല. കാരണം ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ കടലിൻ്റെ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടും. ഇതൊരു ശബ്ദം പോലും ഇല്ല, കടലിൻ്റെ ഒരു സൗണ്ട് പോലും ഇല്ലാതെയാണ് നമ്മൾ ബീച്ചിന് അടുത്ത് വരെ എത്തുന്നത്. ഈ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികളിൽ ഏതാണ്ട് 80% കേരള വണ്ടികളാണ്. ഇത് തിരുവനന്തപുരത്ത് നിന്നൊക്കെ പോകാൻ വളരെ എളുപ്പമാണ്. കളിയിക്കാവിള, നമ്മുടെ അതിർത്തി സ്ഥലമായ കളിയിക്കാവിളയിൽ നിന്ന് ഈ ബീച്ചിലേക്ക് വെറും 37 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ പോലും നമുക്കൊരു കടലിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് ഒട്ടും ഫീൽ ചെയ്യില്ല. ഇത് ഈ തൊണ്ടൊക്കെ ഇങ്ങനെ അഴുകാൻ ഇട്ടിരിക്കുന്ന ഒരു കുളമൊക്കെ ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. ഈ മതിൽക്കെട്ടിന് അപ്പുറമാണ് നമുക്ക് കടൽ കാണാൻ പറ്റുന്നത്. അതിന് മുമ്പ് വരെ നമ്മൾ കടലിലേക്ക് പോവുകയാണെന്ന് നമുക്ക് തോന്നുകയേയില്ല. ഇവിടെ പിന്നെ കുടിവെള്ളത്തിനൊന്നും ഒരു കുഴപ്പമില്ല, ഒരു കുറവുമില്ല, അതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതിനകത്തൊരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. ഇതൊരു ക്ഷേത്രമാണ്. നമ്മൾ ഈ പടവുകൾ കയറി അപ്പുറത്തിറങ്ങുമ്പോഴാണ് നമുക്ക് ആ കടലുകൾ കാണുമ്പോൾ നമ്മൾ അന്തം വിട്ടു. കാരണം ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണോ ഇങ്ങനെ ബീച്ചെന്ന് തോന്നിപ്പോകും. കാരണം ഇതിനെ വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ കാണുവാണെങ്കിൽ ഇത് വിദേശത്തിലുള്ള ഒരു ബീച്ച് പോലെ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. കാരണം അത്ര ഭംഗിയുള്ള ഒരു ബീച്ചാണ്. നല്ല നീല കളർ വെള്ളമാണ്, പിന്നെ നല്ല വെളുത്ത മണലാണ്. അത് നിങ്ങൾ വന്ന് കണ്ടേ അറിയാൻ പറ്റത്തുള്ളൂ. ആ വെളുത്ത മണ്ണും അതിനോട് ചേർന്ന നീല കടലുകൾ കാണാൻ, അതും വളരെ ദൂരം ഇങ്ങനെ കടൽ കിടക്കുകയാണ്, നല്ല ശാന്തമായി കിടക്കുകയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇവിടെ ഇറങ്ങി കുളിക്കാനൊന്നും പറ്റില്ല. ഇവിടെ പോലീസുകാരുണ്ട്. വളരെ അപകടകരമായ ഒരു ബീച്ചാണെന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നതും അവർ പറയുന്നതും. കാരണം തിരയിൽ പെട്ടുപോയാൽ പിന്നെ നമുക്ക് നമ്മുടെ കോവളം ബീച്ച് പോലെ വർക്കല ബീച്ച് പോലെ തിരിച്ച് കയറി വരാൻ പറ്റില്ല. തിരയിൽപ്പെട്ട എത്ര നീന്തൽ അറിയാവുന്നവരായാലും കടൽ വലിച്ചുകൊണ്ട് പോകുമെന്നാണ് അവർ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാൻ പറഞ്ഞോണെന്ന് അറിയില്ല. ഏതായാലും അവിടെ ആരും കുളിക്കാൻ ഇറങ്ങുന്നില്ല. പിന്നെ ഇവിടെ കുറച്ച് ചെറിയ സ്നാക്സ് ഒക്കെ വിൽക്കുന്ന കൊച്ചു കൊച്ചു കടകളൊക്കെ ഉണ്ട്. നിങ്ങൾ കന്യാകുമാരിയിലോ നാഗർകോവിലിലോ അല്ലെങ്കിൽ മണ്ടക്കാട് അങ്ങനെ ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നവരാണെങ്കിൽ, ഇടയ്ക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഒരു കുറച്ച് സമയം മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബീച്ച് ആസ്വദിച്ചിട്ട് പോകാൻ കഴിയും. കാരണം ഇവിടെ ധാരാളം മലയാളികളാണ് വരുന്നത്. ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ മൊത്തം കേരള വണ്ടികളാണ് ഇവിടെ വരുന്നത്. എല്ലാം തിരുവനന്തപുരം ഭാഗത്തുള്ളവരാണ് കൂടുതലും വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുവഴി പോകുന്നെങ്കിൽ ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ അല്ലെങ്കിൽ പരമാവധി 1 മണിക്കൂർ മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബീച്ചിൽ നമുക്ക് കുറച്ച് നേരം ചിലവഴിച്ചിട്ട് പോകാൻ പറ്റും. അധികം ദൂരമൊന്നുമില്ല. വൈകുന്നേരമാണ് ഇവിടെ നല്ല തിരക്കുണ്ടാവുന്നത്. ഇപ്പം ഒരു സൂര്യാസ്തമന സമയം ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നത് ആ സമയത്താണ്. ഇതിന് ചുറ്റുമുള്ള തമിഴ്നാട്ടുകാരായ ആൾക്കാർ വരുന്നത് ഈ സൂര്യാസ്തമനം തുടങ്ങുന്ന സമയത്താണ്. അവരെ കൂടുതൽ ഇവിടെ കാണുന്നത്. അതുവരെ കൂടുതൽ മലയാളികളായിരുന്നു ഉള്ളത്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടുത്തെ സൂര്യാസ്തമന സമയം. നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുവഴി പോകുന്നെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ബീച്ചൊന്ന് കണ്ടിട്ട് പോകണം. കാരണം കേരളത്തിൽ ഇത്ര മനോഹരമായ ബീച്ചില്ല. പിന്നെ ആൾ കൂടുന്നതനുസരിച്ച് ബീച്ചിൻ്റെ വൃത്തിയും കുറയും. പ്ലാസ്റ്റിക്കുകളും കൊണ്ട് ഇവിടെ നിക്ഷേപിക്കാൻ തുടങ്ങും ആൾക്കാർ. അപ്പോൾ ഏതായാലും ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണണം. 3-4 മിനിറ്റുള്ള വീഡിയോ ആണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാവുന്നതാണ്. അപ്പം വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.